ഇടുക്കിയിൽ കനത്ത മഴ തുടരുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇന്നലെ തുടങ്ങിയ മഴയാണ്. കാറ്റും നല്ല ശക്തിയായി കാറ്റുമടിക്കുന്നുണ്ട്. ഹൈറേഞ്ചിലേക്കുള്ള യാത്രയൊക്കെ ഇത്തിരി അപകടം പിടിച്ചതാണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. നിങ്ങൾക്കറിയാം, മൂന്നാറിലേക്കുള്ള യാത്രയൊക്കെ പരമാവധി പകൽ സമയത്താണെങ്കിൽ പോലും ഒഴിവാക്കാൻ ശ്രമിക്കും. പിന്നെ വളരെ അത്യാവശ്യമുള്ള ആളുകൾക്ക് പോയല്ലേ പറ്റും, നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് രാഹുൽ വിജയൻ. ഇടുക്കിയിൽ ഇന്ന് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണല്ലോ. ഇടുക്കിയിൽ കാറ്റ് ശമിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ഈ ചെറുതോണി അതേപോലുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ ഡാമുകളുടെ അവസ്ഥ എന്താണ്? ഗുഡ് മോർണിംഗ്. ഇടുക്കിയിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടില്ല. നിലവിൽ ദേവികുളം താലൂക്കിൽ മാത്രമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മൂന്നാർ മേഖലയിൽ ശക്തമായ മഴയായിരുന്നു. മണ്ണിടിച്ചിലുണ്ടായി ഒരാൾ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വീണ്ടും മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് മാത്രമല്ല അവിടുത്തെ മഴയുടെ ഒരു തോത് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ദേവികുളം താലൂക്കിൽ മാത്രം ഇപ്പോൾ എന്തായാലും അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ജില്ലാ കളക്ടർ ഉത്തരവ് വരികയും ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജില്ലയുടെ വിവിധ മേഖലകളിൽ ഇപ്പോഴും ശക്തമായ മഴ തുടരുന്നു എന്നുള്ളതാണ്. ഹൈറേഞ്ച് മേഖലയിലാണ് പ്രധാനമായും മഴയുള്ളത്. ചെറുതോണി, അണക്കര, കട്ടപ്പന, അടിമാലി, മൂന്നാർ, രാജാക്കാട്, രാജകുമാരി എന്നിവിടങ്ങളിലൊക്കെ രാത്രി മുഴുവൻ ശക്തമായ മഴ പെയ്തിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഒരു നേരിയ ശമനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പലയിടങ്ങളിലും ഇടവിട്ട് ശക്തമായ മഴ തന്നെ പെയ്യുന്നു. ചെറു ഡാമുകളൊക്കെ നിറഞ്ഞിട്ടുണ്ട്. പാമ്പള, കല്ലാറുകുട്ടി ഡാമുകളുടെയൊക്കെ ഷട്ടറുകൾ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നതിന് വേണ്ടിയുള്ള അനുമതി ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. മുതിരപ്പുഴയാറിന്റെയും പെരിയാറിന്റെയും തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ ഡാമുകൾ ഇതുവരെ തുറന്നിട്ടില്ല. നിലവിൽ തുറന്നിരിക്കുന്ന ഒരു ഡാം മൂന്നാർ ഹെഡ്വർക്ക് ഡാമാണ്. അതിന്റെ ഒരു ഷട്ടർ 10 സെന്റിമീറ്റർ മാത്രമാണ് ഉയർത്തിയിരിക്കുന്നത്. അത് ആശങ്കപ്പെടേണ്ട ഒരു അളവിലേക്ക് അതിന്റെ പുറത്തേക്ക് ഒഴുക്കുന്ന വെള്ളത്തിന്റെ അളവ് എത്തിയിട്ടുമില്ല എന്നുള്ളതും പറയേണ്ട കാര്യം തന്നെയാണ്. ഇടുക്കി, ചെറുതോണി ഡാമുകളുടെ കാര്യത്തിൽ വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. വെള്ളത്തിന്റെ അളവ് ഒരുപാട് താഴ്ന്നു തന്നെയാണ് നിൽക്കുന്നത്. ഉടനെ ഒന്നും അത് നിറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുകയുമില്ല. പക്ഷേ മണ്ണിടിച്ചിൽ സാധ്യതയാണ് കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത്. ഇടുക്കിയിലെ പല റോഡുകളും ഇന്നലെ രാത്രിയിൽ മണ്ണിടിഞ്ഞ് വീണ് തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഗതാഗതമൊക്കെ ഭാഗികമായിട്ടാണ് പല ഭാഗത്തേക്കും പുനഃസ്ഥാപിച്ചിട്ടുള്ളത്. മാത്രമല്ല, മരം ഒടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമായിരുന്നു മറ്റൊരു കൂടുതൽ ആശങ്കയുണ്ടാക്കിയത്. നേരിമംഗലം റോഡിൽ നമ്മൾ ഈ നിൽക്കുന്ന വഴിയുടെ തൊട്ടടുത്ത് പോലും മരം ഒടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. അത് അല്പസമയം മുമ്പാണ് അത് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. മാത്രമല്ല, രാത്രിയാത്ര നിരോധിച്ചിരിക്കുകയായിരുന്നു. വാഹനങ്ങളൊക്കെ അല്പസമയം മുമ്പ് ഹൈറേഞ്ചിലേക്ക് കടന്നു പോകാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്തായാലും ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം കൃത്യമായി നൽകുന്നു. ഇടുക്കിയിൽ പൊതുവെ മഴ പെയ്യുന്നുണ്ട്. താങ്ക് യു രാഹുൽ.